ചരിത്രത്തിൽ നമ്മൾ പലതരം രാഷ്ട്രീയ യാത്രകൾ കണ്ടിട്ടുണ്ട്. കാൽനടയായി വിയർത്തൊലിച്ച് ഈ പൊടി പിടിച്ച വഴികളിലൂടെ കുണ്ടും കുഴിയും താണ്ടി ജനങ്ങളുടെ ദുരിതങ്ങൾ നേരിൽ കണ്ട് മനസ്സിലാക്കാൻ നടത്തുന്ന യാത്രകൾ. അതാണ് യാത്രകളുടെ ഒരു പൊതുവായ രീതി. ഭരണപക്ഷത്തെ വിമർശിക്കാൻ നൽകുന്ന ഒരു പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ചിടത്തോളം യാത്ര ചെയ്യുന്ന മണ്ഡലങ്ങളിലെ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളും വികസനമെത്താത്ത ഗ്രാമങ്ങളുമാണ് അവർക്ക് പ്രസംഗിക്കുവാനുള്ള ഏറ്റവും വലിയ ആയുധം. മൈക്കിന് മുന്നിൽ ചെന്ന് നിന്ന് ഞാൻ വന്ന വഴി കണ്ടില്ലേ, എൻ്റെ നടുവൊടിഞ്ഞു എന്ന് പറയാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്ത് പ്രതിപക്ഷ യാത്ര അല്ലേ? എന്നാൽ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ജില്ലയിലെ വാമനപുരം മണ്ഡലത്തിലെത്തിയ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയ്ക്ക് കിട്ടിയത് ചരിത്രത്തിൽ ഇന്നുവരെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും കിട്ടാത്ത വലിയൊരു എട്ടിൻ്റെ പണിയാണ്. സർക്കാരിനെതിരെ ആഞ്ഞടിക്കാനും മയക്കും പിടിച്ചു നിന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കൂട്ടരും ശരിക്കും വിയർത്തു. അതിന് കാരണം വേറൊന്നുമല്ല, കുറ്റം പറയാൻ ഒരു ചെറിയ കുഴി പോലുമില്ലാത്ത കണ്ണാടി പോലെ കിടക്കുന്ന റോഡുകൾ. വികസനമില്ലായ്മയെക്കുറിച്ച് സംസാരിക്കാൻ വന്നവർ മണ്ഡലത്തിൽ നടന്ന വികസനങ്ങളുടെ ഘോഷയാത്ര കണ്ട് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തരിച്ചു പോയ സംഭവങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പുതുയുഗ യാത്ര മലയോര മേഖലയായ വാമനപുരം മണ്ഡലത്തിലെ കല്ലറയിലെത്തി. സ്വീകരണമൊക്കെ കഴിഞ്ഞു. ഇനി അടുത്ത സ്വീകരണ സ്ഥലമായ നെടുമങ്ങാട്ടേക്ക് പോകണം. സാധാരണഗതിയിൽ പ്രതിപക്ഷ നേതാവ് പോകുന്ന റൂട്ടിലെ ഏറ്റവും മോശം റോഡ് നോക്കി പിടിക്കുക എന്നതാണ് അവിടുത്തെ പ്രാദേശിക നേതാക്കളുടെ ഒരു പ്രധാന ഡ്യൂട്ടി. എങ്കിലല്ലേ അടുത്ത സ്വീകരണ സ്ഥലത്തെത്തുമ്പോൾ കണ്ടില്ലേ ഈ വാമനപുരത്തെ റോഡിൻ്റെ അവസ്ഥ എന്ന് ചോദിച്ച് സർക്കാരിനെയും MLA-യും വിമർശിക്കാൻ കഴിയൂ. അങ്ങനെ കല്ലറയിൽ നിന്ന് നെടുമങ്ങാട്ടേക്ക് പോകാൻ കുഴിയുള്ള ഒരു വഷളൻ റോഡിനായി ഗൂഗിൾ മാപ്പിലും അല്ലാതെയും വലിയ തെരച്ചിൽ നടന്നു എന്നാണ് വിവരങ്ങൾ. പക്ഷെ നിരാശയായിരുന്നു ഫലം. കല്ലറയിൽ നിന്ന് നെടുമങ്ങാട് പോകാനുള്ള എല്ലാ റോഡുകളും അന്താരാഷ്ട്ര നിലവാരത്തിൽ ടാറിങ് കഴിഞ്ഞ് അടിപൊളി റോഡുകളാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നെടുമങ്ങാട്ടേക്ക് പനവൂർ വഴിയാണ് വാഹനവ്യൂഹം പോകുന്നതെങ്കിൽ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് തന്നെ ഉന്നത നിലവാരത്തിൽ ടാർ ചെയ്ത ഇപ്പോഴും ഒരു പോറൽ പോലും ഏൽക്കാത്ത തകർപ്പൻ റോഡിലൂടെ പോകാം. പോയിട്ട് കാര്യമില്ല, കുറ്റം പറയാൻ പറ്റില്ലല്ലോ. ഇനി ഭരതന്നൂർ, മൈലമൂട്, പാലോട് വഴി നെടുമങ്ങാട്ടേക്ക് പോകാമെന്ന് വെച്ചാലോ ഒരു രക്ഷയുമില്ലാത്ത റോഡാണ്. ഈ വഴിയിലാണ് നമ്മുടെ സുമതി കൊല്ലപ്പെട്ട വളവ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. മടത്തറ പാലോട് റോഡൊക്കെ മലയോര പാതയുടെ സൂപ്പർ റീച്ചിലൂടെ വാഹനങ്ങൾക്ക് ഒഴുകി നീങ്ങാമെന്നുള്ള അവസ്ഥയിലാണ്. ചുരുക്കത്തിൽ ഏത് വഴി പോയാലും റോഡ് കണ്ണാടി പോലെ കിടക്കുന്നത് കൊണ്ട് നേതാവിന് യാതൊരു ക്ഷീണവും ഉണ്ടാവില്ല. അണികൾക്കും യാത്ര സുഖകരമായിരിക്കും. പക്ഷേ അങ്ങനെ പോയാൽ പ്രസംഗിക്കാൻ പോയിൻ്റ് കിട്ടില്ലല്ലോ. റോഡിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയണ്ടേ. അപ്പോഴാണ് കൂട്ടത്തിലെ ചില പ്രാദേശിക കോൺഗ്രസ്സുകാർക്ക് ഒരു ബുദ്ധി തോന്നിയത്. വെഞ്ഞാറമൂട് ടൗൺ വഴി പോയാലോ, അവിടെ ഇപ്പോൾ അതിഭയങ്കരമായ ഗതാഗത കുരുക്കാണ്. ചിലപ്പോൾ മണിക്കൂറുകൾ തന്നെ വാഹനം കുരുക്കിൽ കിടക്കും. പ്രസംഗിക്കാൻ ഇതിലും വലിയൊരു വിഷയം കിട്ടാനുണ്ടോ? എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ എന്ന് സതീശനൊപ്പം വന്ന നേതാക്കളും പറഞ്ഞു. ആവേശത്തോടെ അങ്ങോട്ട് പോകാൻ നിന്നപ്പോഴാണ് അടുത്ത സത്യം നേതാക്കൾക്ക് മനസ്സിലാകുന്നത്. വെഞ്ഞാറമൂട്ടിലെ ഈ ഗതാഗത കുരുക്കിന് കാരണം അവിടെ കോടികൾ ചിലവഴിച്ച് പണിയുന്ന പുതിയ മേൽപ്പാലത്തിൻ്റെ നിർമ്മാണമാണ്. വികസനം വരുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായ ഒരു ബുദ്ധിമുട്ടിനെ എങ്ങനെയാണ് വികസനം മുരടിപ്പായി ചിത്രീകരിക്കുന്നത്? അങ്ങനെ അതും ചീറ്റി. ഒടുവിൽ വേറെ വഴിയില്ലാതെ കല്ലറ, പനവൂർ, പുത്തമ്പാലം വഴി തികച്ചും സുഖകരമായ BMBC റോഡിലൂടെ ഒരു കുലുക്കം പോലും ഇല്ലാതെ പ്രതിപക്ഷ നേതാവിന് നെടുമങ്ങാട്ടേക്ക് പോകേണ്ടി വന്നു. ശരിക്കും പറഞ്ഞാൽ ഈ യാത്ര ഒരു പുതിയ അനുഭവമായിരുന്നു. വാമനപുരം മണ്ഡലത്തിൽ നടന്ന വികസന പ്രവർത്തനങ്ങളെല്ലാം കാണാൻ ഭാഗ്യമുണ്ടായില്ലെങ്കിലും നടന്ന വികസനങ്ങളുടെ ഒരു ഏകദേശ രൂപം ആ യാത്രയിൽ പ്രതിപക്ഷ നേതാവിന് കിട്ടിക്കാണണം. വികസനം എന്നാൽ എന്താണെന്ന് നേരിൽ കണ്ട് പഠിക്കാൻ ഇതിലും വലിയൊരു അവസരം വേറെ ഉണ്ടാവില്ല. ചില കാര്യങ്ങൾ പറയാതിരിക്കാനാകുന്നില്ല. സതീശൻ കല്ലറ ടൗണിൽ പ്രസംഗിച്ചല്ലോ. തൊട്ടടുത്തൊരു സ്കൂൾ കെട്ടിടമുണ്ട്, കല്ലറ ഹയർ സെക്കൻഡറി സ്കൂൾ. ഇതിൻ്റെ പ്രധാന കെട്ടിടം പണ്ട് നായനാർ സർക്കാരിൻ്റെ കാലത്ത് നിർമ്മിച്ചതാണ്. അന്ന് ഈ കെട്ടിടം പണിയുമ്പോൾ അതിൽ അഴിമതിയുണ്ട്, വിള്ളലുണ്ട് എന്നൊക്കെ പറഞ്ഞ് വലിയ സമരം നടത്തിയ ചരിത്രമുണ്ട് ഇന്നത്തെ പ്രതിപക്ഷത്തിന്. പാലാരി വട്ടംപാലം പണിതവരൊക്കെ വിചാരിക്കുന്നത് എല്ലാവരും അവരെപ്പോലെയാണ് എന്നാണല്ലോ. പക്ഷേ വർഷങ്ങൾക്കിപ്പുറവും ആ കെട്ടിടം ഒരു കുലുക്കവുമില്ലാതെ തല ഉയർത്തി നിൽക്കുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. ആ പ്രധാന കെട്ടിടത്തിൻ്റെ പിന്നിൽ നിൽക്കുന്ന കെട്ടിടവും കല്ലറ ബസ് സ്റ്റാൻഡിൽ നിന്നുള്ള എക്സിറ്റിനോട് ചേർന്ന് നിൽക്കുന്ന ബഹുനില കെട്ടിടവും പിണറായി സർക്കാരിൻ്റെ കാലത്ത് നിർമ്മിച്ചതാണ്. സ്കൂളിനകത്തേക്കൊന്ന് കയറി നോക്കണം. ഹൈടെക് സ്മാർട്ട് ക്ലാസ് മുറികളും നവീകരിച്ച ഓഡിറ്റോറിയവും അതിനു മുകളിൽ പുതുതായി പണിത ക്ലാസ് റൂമുകളുമൊക്കെ കാണാം.
അല്പം അപ്പുറത്തേക്ക് പോയാൽ ഭരതന്നൂർ സ്കൂളിലും കാണാം സമാനമായ കാഴ്ചകൾ. ഈ പുതിയ കെട്ടിടവും അത്യാധുനിക ലാബ് സമുച്ചയവും അവിടെ തല ഉയർത്തി നിൽക്കുന്നു. അവിടെ നിന്ന് മിതിർമലയിലേക്ക് വന്നാൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ നെടുനീളൻ ഇരുനില കെട്ടിടം കാണാൻ കാറിൽ നിന്ന് പുറത്തിറങ്ങുക പോലും വേണ്ട. കയറ്റം കയറി വരുമ്പോൾ തന്നെ കുളിർക്കെ ആ കാഴ്ച കാണാം. മിതിർമല ഗേൾസ് സ്കൂളിലും പുതിയ കെട്ടിടങ്ങൾ. ഇതുവഴിയാണ് കല്ലറയിൽ നിന്ന് സതീശനും പിള്ളേരും നെടുമങ്ങട്ടയ്ക്ക് പോയത്. കുറച്ച് താഴേക്ക് മാറി മടത്തുവാതുക്കൽ പള്ളിക്കൂടത്തിൽ LP കുഞ്ഞുങ്ങൾക്കായി നിർമ്മിച്ച കിടിലൻ കെട്ടിടവും വർണ്ണക്കൂടാരവും. എന്തായാലും സതീശൻ്റെ പോക്ക് മുതുവിള വഴിയാണല്ലോ. മുതുവിളയിലെ കാഴ്ചകൾ വേറെയാണ്. നടന്നു കാണാൻ സമയമില്ലെങ്കിലും വാഹനത്തിൽ കൂടെയുള്ള മുൻ തിരുവനന്തപുരം DCC പ്രസിഡൻറ്റും ദേശീയഗാന വിദഗ്ധനുമായ പാലോട് രവിയോട് ചോദിച്ചാൽ മതിയായിരുന്നു, പറഞ്ഞു തന്നേനെ. പരപ്പിൽ GLP സ്കൂളിൻ്റെ പുതിയ ഇരുനില മന്ദിരവും കണ്ണാടി പോലെയുള്ള മുതുവിള പരപ്പിൽ BMBC റോഡും അങ്ങനെ. ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം എങ്ങനെയൊക്കെയാണ് ഈ നാട് മാറിയതെന്ന് അവിടെയുള്ള ജനങ്ങളോട് ചോദിച്ചാൽ അവർ ഉറപ്പായും പറഞ്ഞു തരും. വാമനപുരം നദിക്ക് കുറുകെയുള്ള ഏറ്റവും നീളമുള്ള പാലമായ ചെല്ലഞ്ചി പാലത്തിലേക്ക് വരാം. ഈ പാലത്തിൻ്റെ ചരിത്രം പ്രതിപക്ഷത്തിന് ഒരല്പം അസ്വസ്ഥത ഉണ്ടാക്കുന്നതാണ്. സഖാവ് VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് ഈ പാലത്തിൻ്റെ നിർമ്മാണം ഉദ്ഘാടനം ചെയ്ത് തുടങ്ങി വയ്ക്കുന്നത്. എന്നാൽ പിന്നീട് വന്ന ഉമ്മൻചാണ്ടി സർക്കാർ ഈ പാലത്തിന് തുക അനുവദിച്ചില്ല എന്ന് മാത്രമല്ല, അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയതുപോലുമില്ല. ഇറക്കിയിട്ടിരുന്ന കമ്പിയും മെറ്റലും പ്രളയത്തിൽ ഒലിച്ചുപോയി. 5 വർഷം പുഴ കടക്കാൻ പോലും ആകാത്ത വിധം മണ്ണ് തോണ്ടി പടുകുഴിയായി ആ പ്രദേശം കിടന്നു. പിന്നീട് പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷമാണ് നിർമ്മാണം പുനരാരംഭിച്ചതും യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്തതും. അന്നും ഈ പ്രതിപക്ഷം റോഡിൽ വിള്ളൽ, അപ്രോച്ച് റോഡില്ല എന്നൊക്കെ പറഞ്ഞ് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നോക്കിയതാണ്. എന്നാൽ അതെല്ലാം മറികടന്ന് ഇപ്പോൾ PWD റോഡ് മുതുവിളയിൽ നിന്ന് പരപ്പിലൂടെ ചെല്ലഞ്ചി പാലം കടന്ന് നന്ദിയോട് പഞ്ചായത്തിലേക്ക് കണ്ണാടി പോലെ ഒഴുകുകയാണ്. യാത്ര ആരംഭിക്കുന്നതിന് മുൻപ് പ്രതിപക്ഷ നേതാവിൻ്റെ വരവ് അറിയിച്ചുകൊണ്ട് ഈ റോഡിലൂടെ ഒരു അനൗൺസ്മെൻറ്റ് വാഹനം പോയിരുന്നു. റോഡ് അത്രയ്ക്ക് സൂപ്പർ ആയതുകൊണ്ട് വാഹനം ശരിക്കും പറന്നാണ് പോയത്. അതിൽ കേട്ട ചില ചോദ്യങ്ങൾ രസകരമായിരുന്നു. വാമനപുരം മണ്ഡലത്തിൽ IT പാർക്ക് ഉണ്ടോ, കപ്പൽ നിർമ്മാണശാലയുണ്ടോ, വിമാനത്താവളമുണ്ടോ എന്നൊക്കെയാണ് ചോദ്യങ്ങൾ. എന്ത് പ്രഹസനമാണിത് എന്ന് കേൾക്കുന്ന ജനങ്ങൾ തിരിച്ച് ചോദിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഒരു മണ്ഡലത്തിൽ എന്താണ് ആവശ്യമുള്ളത് അത് കൃത്യമായി നടപ്പിലാക്കിയിട്ടുണ്ട് എന്നതിൻ്റെ തെളിവാണ് ഇന്ന് വാമനപുരത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ഈ അടിസ്ഥാന സൗകര്യ വികസനങ്ങളെല്ലാം. കേവലം 10 വർഷം കൊണ്ട് 10 കിലോമീറ്റർ ചുറ്റളവിൽ ഇത്രയും മാറ്റങ്ങൾ കൊണ്ടുവന്നവർ തുടർന്നാൽ ആ നാട് ഇനിയും മുന്നോട്ട് പോകുമെന്ന് ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. ചുരുക്കത്തിൽ വാമനപുരത്തെ സ്വീകരണം കഴിഞ്ഞ് അടുത്ത മണ്ഡലമായ നെടുമങ്ങാട്ടെ വേദിയിലെത്തിയ പ്രതിപക്ഷ നേതാവിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. തൊട്ടു മുൻപത്തെ മണ്ഡലത്തിലെ സർക്കാരിൻ്റെയും MLAയുടെയും വികസന മുരടിപ്പും കുണ്ടും കുഴിയുമുള്ള റോഡുകളിലൂടെ താൻ അനുഭവിച്ച യാതനകളും മൈക്കിലൂടെ വിളിച്ചു പറയാൻ തയ്യാറെടുത്താണ് അദ്ദേഹം പോയത്. എന്നാൽ വാമനപുരത്തെ കണ്ണാടി പോലുള്ള BMBC റോഡിലൂടെ ഒരു കുലുക്കം പോലുമില്ലാതെ സുഖമായി വന്നിറങ്ങിയിട്ട് ഞാൻ വന്ന വഴിയിലെ കുഴികൾ കണ്ടില്ലേ എന്ന് ആരോട് ചോദിക്കാൻ? എന്നാൽ ഈ ഗതികേട് വാമനപുരത്ത് മാത്രം സംഭവിച്ച ഒന്നല്ല എന്നുള്ളതാണ് മറ്റൊരു നഗ്നമായ യാഥാർത്ഥ്യം. VD സതീശൻ്റെ ഈ പുതുയുഗ യാത്ര കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ച വഴികളിലെല്ലാം ഈ ചമ്മൽ പ്രതിപക്ഷത്തിന് നിരന്തരം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ LDF സർക്കാർ നടപ്പിലാക്കിയ അടിസ്ഥാന സൗകര്യ വികസനങ്ങളുടെയും കിഫ്ബിയിലൂടെയും മറ്റും ഉയർന്നു വന്ന ലോകോത്തര നിലവാരമുള്ള പൊതുമരാമത്ത് റോഡുകളുടെയും പാലങ്ങളുടെയും സ്കൂളുകളുടെയും നേർക്കാഴ്ചകൾ കണ്ട് കണ്ണ് തള്ളാനേ ഈ യാത്ര കൊണ്ട് അവർക്ക് കഴിഞ്ഞിട്ടുള്ളൂ. സർക്കാരിൻ്റെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ ഭൂതക്കണ്ണാടിയുമായി ഇറങ്ങിയ ഒരു പ്രതിപക്ഷ യാത്ര ഒടുവിൽ സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ നേരിൽ കണ്ട് ബോധ്യപ്പെടുന്ന ഒരു വികസന പഠനയാത്രയായി മാറി എന്നതാണ് ഈ രാഷ്ട്രീയ നാടകത്തിൻ്റെ ഏറ്റവും വലിയ ക്ലൈമാക്സ്. കുറ്റം പറയാൻ പോലും ഒന്നുമില്ലാതെ പറഞ്ഞാൽ തന്നെ ജനം കൂവുമെന്ന അവസ്ഥയിൽ നിൽക്കുന്ന പ്രതിപക്ഷത്തിൻ്റെ ഈ ഇളിഭ്യത തന്നെയാണ് യഥാർത്ഥത്തിൽ ഇടതു സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്കുള്ള ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റും തെരഞ്ഞെടുപ്പ് പ്രചരണവും.